ആ സാർ. സാറേ ഞാൻ മാനവ വീതിയിൽ ഉണ്ട് സാർ. സാർ അവിടെ ഒരു തെയ്യത്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ആർട്ടിക്കൽ എടുക്കാൻ വേണ്ടിട്ട് ഇരിക്കുക സാർ. അതെ സാർ. ഞാൻ നിന്നോട് തെയ്യത്തിന്റെ കാര്യമാണോ പറഞ്ഞു വിട്ടത്? എടാ നമ്മുടെ പത്രത്തിന്റെ പേരെന്തോ? തീപ്പന്തം. ഈ തെയ്യവും മണ്ണാങ്കട്ടയും ഒന്നും ഇപ്പൊ ഏശത്തില്ല. വെള്ളി ഇക്കിളിപ്പെടുത്തുന്ന വാർത്തയും കൊണ്ടാണ് വരേണ്ടത്. നീ അവന്റെ ഇടയ്ക്ക് അവൻ തെയ്യം ഉണ്ടാക്കാൻ പോയിരിക്കുന്നു. കൃത്യം 1 മണിക്ക് എനിക്ക് വാർത്ത കിട്ടിയില്ലെങ്കിൽ ശരി സാർ, നിന്റെ ട്രെയിനിയും തീരും, നിന്റെ തെയ്യവും നിന്നെ ഇവിടെ ഇട്ടിയാ തെയ്യം കളിപ്പിക്കും. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? സാർ ഞാൻ കണ്ടില്ല സാർ. നിനക്കെന്താ കണ്ണില്ലേ? ഇങ്ങനെ വന്നോണ്ട് സാറേ ഞാൻ കണ്ടില്ല. വേറൊരു വണ്ടി ആരോടാ ലൈസൻസ് തന്നെ? ടേൺ ചെയ്യാൻ ഇൻഡിക്കേറ്റർ നിനക്ക് അറിയത്തില്ല. സാറേ ശ്രദ്ധിച്ചില്ല. എന്ത് ശ്രദ്ധിച്ചില്ല? വേറൊരു വണ്ടി ഇങ്ങനെ നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? സാറേ ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടില്ല. ഒരു കാർ അങ്ങോട്ട് പോയോണ്ട്. ഏത് കാറ്? സാർ ഒരു മഞ്ഞ കാറ്. ഇപ്പൊ അങ്ങോട്ട് പോയൊരു മഞ്ഞ കാറുണ്ടോ? സാർ നോക്കണം, ദാ അങ്ങോട്ടൊരു മഞ്ഞ കാറ് പോയുണ്ടോ? മഞ്ഞ കാറോ? സാറേ കുറെ നേരമായിട്ട് ഞാൻ അതിനെ ഫോളോ ചെയ്തിരിക്കുക സാറേ. സാറേ ഞാനൊരു പത്രപ്രവർത്തനമാണ്. ഇതിൻ്റെ അകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട് സാറേ. ഞാൻ കുറേ നേരമായിട്ട് അതിൻ്റെ അകത്ത് ഒച്ചയും ബഹളവും കേൾക്കുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ട് സാറേ. നേരെ നോക്കി പിടിക്കും അങ്ങോട്ട്. നിന്നെ കൊണ്ടുപോയി ഞങ്ങൾ വിൽക്കും. പിന്നെന്താ സംഭവിക്കും ഞങ്ങൾക്കറിയില്ല. അവരെ കാണുന്നില്ല. എന്താ എന്താ പറഞ്ഞേ? സാർ അവരെ കാണുന്നില്ല. സാറേ സാർ ഒരു ശബ്ദം. സാറേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല സാറേ എന്തോ ഒരു പന്തികേടുണ്ടെന്ന്.
നീ വാ നോക്കാം. സൂക്ഷിക്കണം കേട്ടോ സാറേ. തോക്കെന്തെങ്കിലും? എടാ അതിന് ഞാൻ പോലീസുകാരനൊന്നുമല്ല. പിന്നെ ഞാനൊരു സീരിയൽ നടനാ. ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുക. അപ്പം പിന്നെ അതൊക്കെ പിന്നെ പറയാം. നീ ആദ്യം ഒരു വഴിയെടുക്കും. അവിടെ ടൂലറ്റ് എടുക്കും. നീ അതാണ് ഞാൻ ഈ കുപ്പി എടുക്കാം. ഓക്കെ ഓക്കെ സാറേ. അത് അനങ്ങുന്നുണ്ടല്ലോ. നീ മിണ്ടായി സാർ. സൂക്ഷിക്കണം. നീ മിണ്ടായി വാ. അങ്ങനെയാ വണ്ടി അവിടെ നിർത്തി. പിന്നെ എല്ലാരും കൂടെ അങ്ങോട്ടോട്ടെ ഇങ്ങോട്ടോട്ടെ. അപ്പോഴാണ് അവർക്ക് കാര്യം പിടികിട്ടിയത്. എന്ത് കാര്യം മനസ്സിലായി? ആ വണ്ടിയിലൊരു പ്രഗ്നന്റ് ലേഡി ആയിരുന്നു. അത് കടന്നിട്ട് വാവിട്ട് കറിയല്ലായിരുന്നോ? എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കോ. ലാസ്റ്റിൽ എന്താ തോമസ് ഊട്ടി വിട്ടോടാന്നും പറഞ്ഞോണ്ട് എല്ലാരും കൂടെ ഒരു ഓട്ടോ ഓടി. കണ്ടാ അതാ ഞാൻ പറഞ്ഞത് വണ്ടി ഇരുന്ന് ബഹളം ഉണ്ടാക്കല്ലെന്ന്. ഇല്ലെങ്കിൽ നാട്ടുകാർ വേറെ വല്ലതും വിചാരിക്കും. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. സ്റ്റാർട്ട് ആവുന്നില്ല. അതെന്താ? ഒന്ന് പെട്ടെന്ന് ആവട്ടെ. നീ ഒന്ന് മിണ്ടാതിരിക്കേ. എന്താ പറ്റിയേ? സ്റ്റാർട്ട് ആവുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ആ നന്നായി. അച്ഛനെയും മക്കളെയും സൂക്കേട് തീർന്നല്ലോ. ഒന്ന് ശല്യം ചെയ്യാതിരിക്കേ. നല്ല ബെസ്റ്റ് സ്ഥലമാ. അച്ഛാ എനിക്ക് പേടിയാവുന്നു. മക്കള് പേടിക്കാതിരിക്കണ്ട. ഒന്നുമില്ല. ഇപ്പൊ സ്റ്റാർട്ട്. നിങ്ങളൊന്ന് സമാധാനമായിട്ടൊന്ന് ചെയ്ത് നോക്ക്. ഇനി ബാറ്ററി വല്ലതും കംപ്ലൈന്റ് ആയോ? ഒന്നും മനസ്സിലാവുന്നില്ല ഇപ്പൊ. ശരിയാ, രണ്ടുപേരുണ്ട് കേട്ടോ. അവരുടെ കയ്യിൽ എന്തോ ഉണ്ട്. അച്ഛൻ എനിക്ക് പേടിയാവുന്നു. അങ്ങോട്ട് എല്ലാരും കൂടെ. ഒരു മണിക്കൂർ ചേച്ചി മാത്രം തന്നാ മതി. ഒരു മണിക്കൂർ തുടരുത് ചേച്ചി. ഇങ്ങനെ പേടിച്ചാലോ? ഉപദ്രവിക്കരുത് പ്ലീസ്. ചേട്ടാ ഒരു മണിക്കൂർ ചേട്ടാ ഒന്ന് സഹകരിച്ചാൽ മതി ചേട്ടാ. ചേട്ടാ ബലം പിടിക്കുന്നു. ചേട്ടാ ബലം പിടിക്ക. ചേട്ടാ ഒന്ന് സഹകരിച്ചാൽ പറ്റും. മോൻ കരയണ്ട. മോനൊന്നും ചെയ്തു. തന്നോട് പറഞ്ഞ ബലം പിടിക്കാതെ. താനല്ലാതെ ആരെങ്കിലും ഈ നട്ടപ്പാതിരക്ക് ഇവിടെ ചേച്ചിയൊക്കെ ഇങ്ങനെ മസിൽ പിടിക്കാ. ചേച്ചി ഞങ്ങൾക്ക് ചെറുപ്പക്കാരല്ലേ? ഇതെന്തത്? ഒന്നും ചെയ്യത്തില്ല. പിന്നല്ല ഒന്നും ചെയ്തില്ല. മസിൽ പിടിക്കല. എന്റെ കായ്ക്ക് പണി ഉണ്ടാക്കരുത്. തീർത്തും കാഴ്ചകൾ പലപ്പോഴും കാണുന്നവരുടെ നോട്ടപ്പാടിലാണ്.
എല്ലാ കാഴ്ചകളും മായക്കാഴ്ചകൾ, മഞ്ഞക്കാഴ്ചകൾ. കാണുന്ന കാഴ്ചകളെ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ സങ്കല്പിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു, ആലോചിച്ചു കൂട്ടുന്നു. അതിനൊപ്പം സദാചാരത്തിൻ്റെ പേരിൽ വൃത്തികെട്ട കാഴ്ചപ്പാടുകളും വന്നു ചേരുന്നു. ഒരു പെൺകുട്ടി അവൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ അത് പ്രശ്നം, എന്തെങ്കിലും കഴിച്ചാൽ പ്രശ്നം. ഒരാൾ താടിയും മുടിയും നീട്ടി വളർത്തി നടന്നാൽ പ്രശ്നം. ഇനി ഒരാണും പെണ്ണുമാണ് ഇരിക്കുന്നതെങ്കിലോ അതിലേറെ പ്രശ്നം, നോക്കിയാൽ പ്രശ്നം. കാഴ്ചകളെ വഴിവിട്ട രീതിയിൽ വ്യാഖ്യാനിക്കാനും വൃത്തികെട്ട രീതിയിൽ വളച്ചൊടിക്കാനും ഏറെ തൽപരരാണ് ഇന്ന് ഏവരും. വികലമായ കാഴ്ചപ്പാടുകളുടെ പൂരപ്പറമ്പായി മാറിയിരിക്കുന്നു നമ്മുടെ നാട്. കാഴ്ചകൾക്കപ്പുറമായിരിക്കും പലപ്പോഴും യാഥാർത്ഥ്യം. യാഥാർത്ഥ്യമോ തികച്ചും വിചിത്രവും, ഈ മഞ്ഞക്കാറിലെ എന്ന പോലെ. എന്താ ഇവിടെ വണ്ടി കുറെ നേരമായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ? അതെ, വണ്ടി ഒന്ന് ഞങ്ങൾ ഇവിടെ ബാക്കി കുറെ നേരമായിട്ട് ഇവിടെ ഞങ്ങളൊരു സിനിമയ്ക്ക് പോയിട്ട് വരികയാണ്. സിനിമയ്ക്ക് വണ്ടിയിൽ നിന്ന് ഒച്ചയും ബഹളവും കേൾക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറെ നാളായിട്ട് ഫോളോ ചെയ്തു. ഇവിടെ പോയിട്ട് വന്നാ നമ്മളൊരു സിനിമ കാണാൻ പോയതാ. ഏതായിരുന്നു സിനിമ? എസ്ര. അതിന്റെ മൂവി എങ്ങനെ ആ, കുഴപ്പമില്ല, കൊള്ളാം. തിയേറ്റർ ഏതായിരുന്നു? കലാഭവൻ. കലാഭവൻ. ആ, എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു അവിടെ. വലിയ കുഴപ്പമില്ല. പാർക്കിംഗ് അവിടെ പൊതുവെ പ്രശ്നമാണ്. ഇതത്ര നല്ല ഏരിയ അല്ല കേട്ടോ. ഞങ്ങൾ കുപ്പിയൊക്കെ എടുത്തു. ഞങ്ങൾ വിചാരിച്ചെന്താ പ്രോബ്ലം ആണെന്ന്. അത് വണ്ടി ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി. അപ്പൊ ശരിയെന്നാ വിട്ടോ കേട്ടോ. വണ്ടിയൊക്കെ ശരിക്കും ഓടിക്കണം കേട്ടോ. അപ്പോൾ അധികം നേരം വെയിറ്റ് ചെയ്യണ്ട, വിട്ടോ. ശരി 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 ശരി, താങ്ക്സ്. അപ്പൊ ശരിയെന്നാ. നമ്മൾ ചുമ്മാ സംശയിച്ചല്ല സാറേ, പിള്ളേരെ കിടത്ത് വാങ്ങാത്തൊരു വെറുതെ ഒരു കാര്യമില്ലാതെ. അപ്പൊ അതൊരു ശീലമായിരുന്നു. ഒന്നിലൊരു കാര്യം കാണും സാറേ. എസ്ര കണ്ടായിരുന്നു സാറേ? ആ, കണ്ടായിരുന്നു. നല്ല പടം. ഞാൻ എസ്ര കാണാൻ വേണ്ടി കലാഭവനിൽ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ മുന്തിരിവള്ളികളായിരുന്നു. അപ്പോൾ ഞാൻ മുന്തിരിവള്ളി കലാഭവനി മുന്തിരിവള്ളി. നമ്മളൊരു സിനിമ കാണാൻ പോയതാ. ഏതായിരുന്നു സിനിമ? എസ്ര. തിയേറ്റർ ഏതായിരുന്നു? കലാഭവൻ. പിന്നെയും സംശയവും ആകുലതയുമായി അല്ലേ? കാണാമറയത്തപ്പുറമുള്ള വാസ്തവങ്ങളുടെ ഉത്തരങ്ങൾ തേടി ഇതാ ഈ മഞ്ഞക്കാർ വഴിയിടങ്ങളിലൂടെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു.